Good morning. Good morning. Okay, good morning. Okay, Lina, Rishida, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ സ്മിത. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ഹോസ്പിറ്റൽ എന്നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, ആ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത്യാവശ്യം ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ഇതില് വളരെ എന്താ പറയാ, ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതില് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ചാപ്റ്ററിന്റെ പതിപ്പ് അങ്ങനെയാണെങ്കിലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. പിന്നെ മാത്രമല്ല ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. HIS എന്നാണ് പറയാ, HIS. അപ്പൊ ഈ ഒരു വാക്ക് എനിക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണോ? അല്ല, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോ കഴിഞ്ഞ എന്താ പറയാ ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പറഞ്ഞു, HIS പറഞ്ഞു. പിന്നെ ലബോറട്ടറിക്കകത്ത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി LIS എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്റെ കാര്യം ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഈ പറയുന്ന എല്ലാ വിധത്തിൽപ്പെട്ട ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ്, ഈ ഹെൽത്ത് കെയർ ഡാറ്റകളെയൊക്കെ പ്രോസസ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലെ. ആ ഒരു വളരെ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിസ്റ്റം അല്ല, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെ, വളരെ സമഗ്രമായിട്ടുള്ള, വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാല് വളരെ എല്ലാത്തിനും ഇന്റർനെറ്റ് ഒക്കെ പോലെ എല്ലാത്തിനും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചുരുക്കിയിട്ട് HIS എന്ന് പറയാം, അത് ശരിയാണ്. അതുപോലെ HIMS എന്നും പറയാം കേട്ടോ. HIMS എന്നൊക്കെ പറയാം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് തിരിച്ചും പറയാറുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, പണ്ട് കാലത്തെ പോലെയാണോ ഇന്നത്തെ? പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു റെക്കോർഡ് ചെയ്തെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഒരു ഫയലിൽ ഇങ്ങനെ എഴുതി വെച്ച് അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇതെല്ലാം സിസ്റ്റം ബേസ്ഡിലാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ആ ഒരു വർക്ക് ഫ്ലോ, ഹോസ്പിറ്റലിന് മാത്രമല്ല ഏത് ഫീൽഡിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലില് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറഞ്ഞ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫീൽഡില് അത് എന്താണ് വളരെയധികം നല്ല എളുപ്പത്തിൽ അടുത്ത വർക്ക് ഫ്ലോ ഒക്കെ വളരെ സുഗമമായിട്ട് നടക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്നിപ്പോ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻട്രി ചെയ്യുന്നത് തൊട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ആണല്ലോ. പിന്നെ മാത്രമല്ല നമ്മുടെ കൈകളിലാണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമ്മുടെ ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ അല്ലെ എല്ലാ സേവനങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. പണ്ടത്തെ പോലെ നമ്മളിപ്പോ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ലാബ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബ്ലഡ് അല്ലെ ഈ പറയുന്ന ഒരു റേഡിയോളജി ടെസ്റ്റ് ചെയ്തു. പണ്ടത്തെ പോലെ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങി ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് മുഴുവൻ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് വരുന്നില്ല അല്ലെ. ഇന്നിപ്പോ നമ്മൾ ഡോക്ടറുടെ മുമ്പിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എല്ലാം ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ എത്തിനേക്കാളും മുമ്പ് ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും? ഡോക്ടറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, അവിടെ ചെയ്ത ഡോക്ടർ എന്റെ പേര് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ അസുഖം ഇങ്ങനെയാണ്, ഞാൻ ഇന്ന ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണെന്നൊന്നും പറയേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല. എല്ലാം എന്താണ് ഡോക്ടർക്ക് കിട്ടും അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങളും. ചുരുക്കി പറഞ്ഞ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് എല്ലാ സേവനങ്ങളും വളരെ സുഗമമാക്കി നടത്താനായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് സാധിക്കുന്നില്ലേ? അങ്ങനെയല്ലേ ഇപ്പോ? അങ്ങനെയല്ലേ കാര്യങ്ങള്? ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെ എല്ലാം ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഡോക്ടറെ ബുക്ക് ചെയ്യാം, എന്തിനു പറയുന്നത് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അല്ലെ. ടെലിമെഡിസിൻ സൗകര്യങ്ങൾ എല്ലാം എന്താണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത്. അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആളാരാണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അല്ലെ. അതാണെങ്കിൽ കൂടുതൽ വർക്ക് ലോഡ് ശരിക്കും പറഞ്ഞ് കുറഞ്ഞു. ഒരുപാടും വർക്ക് ലോഡ് കുറയുന്നത് മാത്രമല്ല
കുറേയും കൂടെ എഫിഷ്യന്റ് ആയിട്ട് അധികം തെറ്റുകളൊക്കെ വരാതെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നത്. വേറെ പുതിയതായിട്ട് ഒന്നും പറയുന്നില്ല, കുറേ കാര്യങ്ങൾ പറയുന്നത്. അത് മാനേജ്മെന്റ്, ഇത് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനെല്ലാത്തിലും ഓരോ പർപ്പസിനും വേണ്ടിയിട്ട്, ഓരോ പർപ്പസിനും ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ബില്ലിംഗ് ഉണ്ട്, മറ്റുള്ള ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, അങ്ങനെ ഏത് മേഖല എടുത്താലും ഏത് ഫീൽഡ് എടുത്താലും അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓരോ കാര്യത്തിനുമായിട്ട്, ഓരോ പർപ്പസിനായിട്ട് ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉണ്ടായിരിക്കും. ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെയാണോ? ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഇത്തിരി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തുടങ്ങാം കേട്ടോ. അധികം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, കാര്യം അറിയാലോ. പോർഷൻസ് നമുക്ക് എടുത്ത് തീർക്കാനുണ്ട്, വലിയൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ക്ലാസ് നല്ലപോലെ ശ്രദ്ധിക്കാം കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. Hospital information systems provide a general source of information about a patient's health history and the doctor's schedule time. The system must keep the data in a secure place and control who can get to the data in the certain situations. അതായത് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി അല്ലെ, അവരുടെ ആ ഒരു രോഗചരിത്രം, അതുപോലെ തന്നെ എന്താണ് ഡോക്ടറുടെ ആ ഒരു സമയക്രമം, അത് മാത്രമല്ല അതിൽ കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് കെയർ ഡാറ്റകളുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷന്റെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, അഥവാ HIS ആണ്. അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ വളരെ സുരക്ഷിതമായിട്ട്, വളരെ സെക്യൂർഡ് ആയിട്ട്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അല്ലെ, എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവോ? പണ്ടത്തെ ഫയലുകളിൽ മറ്റൊക്കെ ആണെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെയാണോ? എല്ലാം ആ സിസ്റ്റത്തിനകത്ത് വളരെയധികം സെക്യൂർഡ് ആയിരിക്കും. എന്തുമാത്രം വിവരങ്ങൾ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. അതാണ് അവിടെ പറയുന്നത്, രോഗികളുടെ വിവരങ്ങൾ വളരെ സെക്യൂർഡ് ആയിട്ട്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന വിവരങ്ങൾ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം അല്ലെ. രോഗിയുടെ വിവരങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. വളരെ ഓതറൈസ്, നമ്മൾ മെഡിക്കൽ റെക്കോർഡൊക്കെ പഠിച്ചതാണ് അല്ലെ. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പേഷ്യന്റിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ ആർക്കൊക്കെ അവരുടെ വിവരങ്ങളെ ആക്സസ് ചെയ്യാം, അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. എന്താ നമുക്ക് പറയാം? HMS എന്ന് പറയാം കേട്ടോ, HIS എന്നും പറയാം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടും ശരിയാണ് കേട്ടോ. നോക്കാം, എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HIS? ഞാൻ HIS എന്ന് പറയാം, HMS എന്നൊക്കെ പറയാം കേട്ടോ. നോക്കാം, HMS is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. Just ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അത് ബ്രാക്കറ്റ് ചെയ്ത് വെച്ചോളൂ. എന്താണ് HMS എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം? അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HIMS എന്ന് പറയുന്നത്. അറിയാലോ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. അത് എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ കോൺസെൻട്രേറ്റ് more on providing the quality health care to the patients അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കുറെ കൂടെ ക്വാളിറ്റി ഉള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട്, രോഗികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. കാര്യം എന്താണ്? പണ്ടത്തെ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും കൂടെ ഇവർക്ക് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ടോ? ഇല്ല. കാര്യം അതെല്ലാം സിസ്റ്റത്തിൽ കൂടെ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും.
അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കുറേയും കൂടി ഗുണനിലവാരമുള്ള ഒരു പരിചരണം രോഗികൾക്ക് കൊടുക്കാനായിട്ട്, അതിൽ രോഗികൾക്ക് കൊടുക്കുന്നതിന് ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. കാരണം കുറെ കൂടി ടൈം അവർക്ക് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും HMS ആണ് നോക്കുന്നത്. സോ ടൈം കിട്ടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എന്താണ് ക്ലിനിക്കൽ പരിചരണങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന് കുറെ കൂടി ക്വാളിറ്റി ഉറപ്പാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സാധിക്കുന്നുണ്ട്. ആണല്ലോ? ഓക്കെ. പിന്നെന്താ പറയുന്നത്? A hospital information system helps the healthcare providers in designing their operations, including managing patient health records. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് EMR or EHR. എന്താണ് EMR എന്ന് പറഞ്ഞാല്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ, ഹെൽത്ത് റെക്കോർഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തില് എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്സ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഡിസൈനിങ് their operations, including managing the patient health care records, appointments, billing, diagnostics and much more. അല്ലെ, അതായത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അത് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഈ പറയുന്ന എന്താ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ, ബില്ലിങ്, ഡയഗ്നോസ്റ്റിക്സ് അങ്ങനെയുള്ള സേവനങ്ങളും അതിലേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എന്താണ് നല്ല സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എന്ത് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പറയുന്ന സെന്റൻസ് ഒന്നില്ലെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? The major role of HIMS. The major role of HIMS is to record the information on health events and verify the quality of services at different levels of health care. Underline ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ചെയ്ത് വെക്കാം. അതായത് HIMSന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്താണ്? അവരുടെ റോൾ എന്താണ്? എന്താണ് അവരുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാല് ടു റെക്കോർഡ് ദ ഇൻഫർമേഷൻ ഓൺ ഹെൽത്ത് ഇവന്റ്സ് അല്ലെ. ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാവിധ ഹെൽത്ത് ഇവന്റ്സുകളുടെയും അല്ല ആരോഗ്യ പരിപാടികളുടെയും എല്ലാവിധ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെ. എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക. ഹെൽത്ത് ഇവന്റുകൾ എല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. പിന്നെന്താണ്? വെരിഫൈ ദ ക്വാളിറ്റി ഓഫ് സർവീസസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ അല്ലെ. ഹെൽത്ത് കെയറിന്റെ അതായത് ഓരോ തലങ്ങളിലും ഓരോ ഡിഫറെന്റ് ലെവൽസിലുമുള്ള ഹെൽത്ത് കെയറിന്റെ ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു ക്വാളിറ്റി വെരിഫൈ ചെയ്യാം എന്നുള്ളതുമാണ് ആദ്യ പ്രധാനം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്? HIMS പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അല്ലെ. ആ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് നടക്കുന്ന എല്ലാ ഹെൽത്ത് ഇവന്റുകളുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. അതുപോലെ ഓരോ തലങ്ങളിലുമുള്ള ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി വെരിഫൈ ചെയ്യാം. അതാണ് HIMSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, നെക്സ്റ്റ് പറയുന്നത് the importance of patient evaluation is a part of the concept of giving importance to the patient views in developing the quality of health services. അല്ലെ, നമ്മൾ ഈ ഒരു ഹെൽത്ത് സർവീസുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? പേഷ്യൻസിന്റെ വ്യൂ പോയിന്റ്സിനും കൂടെ അവരുടെ കാഴ്ചപ്പാടുകൾക്കും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വേണ്ടേ? നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞപ്പോ പെർസ്പെക്ടീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലെ. ഓരോരുത്തരുടെയും വ്യൂ പോയിന്റിലൂടെ നമ്മൾ ആ ഒരു ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റിനെ നോക്കി കണ്ടിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം പേഷ്യന്റ് ആണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആണല്ലോ. ഹെൽത്ത് സർവീസസിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? പേഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് സർവീസുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരുടെ വ്യൂ പോയിന്റ്സിന് പ്രാധാന്യം കൊടുക്കണം? പേഷ്യൻസിന്റെ വ്യൂ പോയിന്റ്സിന് പ്രാധാന്യം കൊടുക്കണം. കാരണം അവരെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെ. അവരുടെ ആവശ്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തൃപ്തിപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ് കേൾക്കണം കേട്ടോ. ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യില്ല. കാര്യം റിപ്പീറ്റ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളില്ല, കുറെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി തരാന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം, പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കാം. Hospital information system benefits include improving the patient satisfaction through improved communication, greater provider sensitivity towards patients, improved community awareness about the quality of services, and overall better use of services in the
ഹെൽത്ത് സിസ്റ്റം. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് പറഞ്ഞത്. കുറെയൊക്കെ ബെനിഫിറ്റുകൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? രോഗികളുടെ സംതൃപ്തി എൻഹാൻസ് ചെയ്യുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന HIMS സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് പേഷ്യന്റിന്റെ സംതൃപ്തി ഒരു മെച്ചപ്പെടുത്തുക? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് അത് എൻഹാൻസ് ചെയ്യുന്നത്? നോക്കിക്കേ, ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻസിലൂടെ, അതായത് പേഷ്യന്റുമായിട്ടുള്ള നല്ലൊരു ആശയവിനിമയത്തിലൂടെ. പിന്നെന്താ പറയുന്നത്? ഗ്രേറ്റർ പ്രൊവൈഡ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് പേഷ്യന്റ് അല്ലെ? പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറെ കൂടെ പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ ആ പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവരെ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട്, അവരോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറാന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സേവനങ്ങൾ കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസസ് അല്ലെ? ഈ പറയുന്ന ക്വാളിറ്റി സർവീസസിനെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും ആൻഡ് ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസസ് ഇൻ ദ ഹെൽത്ത് സിസ്റ്റം. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ എന്താണ്? ആശുപത്രിയിലുള്ള എല്ലാ സേവനങ്ങളെയും നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടും എന്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആര് വർദ്ധിപ്പിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതിനെ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സഹായിക്കുന്നുണ്ട്, അതോടൊപ്പം പേഷ്യൻസിനെ അവർ സഹായിക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അവർ വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആശയവിനിമയത്തിലൂടെ. പേഷ്യന്റിന് കൂടുതൽ പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട്, ക്വാളിറ്റി സർവീസസിനെ പറ്റി കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട്, ഹോസ്പിറ്റലിന് മൊത്തത്തിലുള്ള സേവനങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇതിങ്ങനെ കുറെ എഴുതി വെച്ചേക്കുന്നത് അല്ലെ? കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വന്നതുകൊണ്ട് എന്തുമാത്രം ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ട്. നമുക്ക് ഇതിന്റെ സെൻസ് ഹോസ്പിറ്റലിനായാലും പേഷ്യൻസിനായാലും എത്രമാത്രം അത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു ഐഡിയ ആണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് കേട്ടോ. ഇനി നോക്കിയേ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി പറയുന്ന കാര്യം അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ബ്രാക്കറ്റ് ചെയ്ത് വെച്ചോളൂ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് the health information of patients in a health care facility. എന്താണ് പറയുന്നത്? അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് അകത്തുള്ള പേഷ്യന്റിന്റെ ആരോഗ്യ വിവരങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റൈസ്ഡ് സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. എന്താണ്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കകത്ത് ഹോസ്പിറ്റലിനകത്തുള്ള പേഷ്യൻസിന്റെ എല്ലാവിധ ആരോഗ്യ വിവരങ്ങളും നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റൈസ്ഡ് സംവിധാനമാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ ബില്ലിംഗ് ആയിക്കോട്ടെ, ഡയഗ്നോസ്റ്റിക്സ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആയിക്കോട്ടെ, മറ്റു എന്ത് പ്രവർത്തനങ്ങൾ എടുത്താലും ഓരോരോ മേഖലയ്ക്കും അതിൻ്റെതായ ചില സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അത്രയധികം ആ ഒരു വർക്ക് ഫ്ലോ വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരു ഐ ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ്, അതൊരു കണ്ണാശുപത്രിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വർക്ക് ഫ്ലോ വെറുതെ എഴുതിയേക്കുന്നതാണ്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അവിടേക്ക് ഈ പറയുന്ന HIMSന്റെ ആ ഒരു പിന്തുണ, ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവിടുത്തെ വർക്ക് ഫ്ലോ അത്രയും ഭംഗിയായിട്ട് അവിടെ നടക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചറാണ് അവിടെ കൊടുത്തത്. കാര്യം ഒരു പേഷ്യന്റ് ആദ്യം വരുന്നത് എൻക്വയറി അല്ലെങ്കിൽ ഒരു റിസപ്ഷനിലോട്ട് വരുന്നു, അവിടെ നിന്നും രജിസ്ട്രേഷൻ നടത്തുന്നു. അപ്പൊ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മുടെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? HIMS ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അവിടത്തേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്താൽ പിന്നീട് വരുന്ന സമയത്തൊക്കെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ആ ഒറ്റ തവണ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അഡ്മിഷൻ, ഒരു UHID നമ്പർ അവിടെ ക്രിയേറ്റ് ചെയ്തിടും. അപ്പൊ ആ ഒരു ഫയല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും അല്ല, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും. അത് രോഗിയല്ല പോകുന്നത്, രോഗിയുടെ ഫയൽ അപ്പൊ തന്നെ എവിടേക്ക് എത്തുകയാണ്?
എല്ലാം സിസ്റ്റം വഴിയായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുകയാണ്. അവിടെ മാനുവലി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പകരം എന്താണ് HIMSന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവിടുത്തെ വർക്ക് ഫ്ലോ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ ക്ലിനിക്കൽ എക്സാമിനേഷന് പോകും അല്ലെ. രോഗി അവിടേക്ക് പോകും. ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ചാൽ ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് 3 സ്ഥലങ്ങളിലേക്ക് പോകാം അല്ലെ. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണാശുപത്രിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എക്സാമിനേഷന് ശേഷം ചിലപ്പോൾ മെഡിസിൻസ് വാങ്ങാൻ, ചിലപ്പോൾ ഒരു ഗ്ലാസ് പറയാണ്, ഒരു സ്പെക്സ് പറയുകയാണെങ്കിൽ ഡോക്ടർ അത് പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞ് അവർക്ക് എക്സിറ്റ് അടിച്ചു പോകാം അല്ലെ. പിന്നെ മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് വേണമെങ്കിൽ വാർഡിലോട്ട് പോകാം. ഡോക്ടർ പറയാണ് അവരോട് അഡ്മിറ്റ് ആവാൻ പറയുകയാണെങ്കിൽ അവർക്ക് വാർഡിൽ പോയിട്ട് നേരെ വാർഡിലോട്ട് അഡ്മിറ്റ് ആവാം. അതുപോലെ ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അവർ ആദ്യം പേഷ്യന്റ് കൗൺസിലിലോട്ട് വിടും. അപ്പൊ പേഷ്യന്റ് കൗൺസിലോട്ട് ചെല്ലുമ്പോൾ അവർക്ക് അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. അവിടെ നിന്ന് നേരെ അഡ്മിഷൻ എടുത്ത് വാർഡിലേക്കോ വാർഡിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ ഒക്കെ പോകാം. പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കൂ, പേഷ്യന്റ് ഐഡി, പ്രൊസീജിയർ, റെസിപ്റ്റ് നമ്പർ, എമൗണ്ട്, ഇതെല്ലാം മാനുവലി അല്ല ചെയ്യുന്നത്. പകരം എന്താണ് HIMSന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് ഫ്ലോ അത്രയും സ്മൂത്ത് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി. ഇതിൽ നിന്നും വല്ല ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. HIMSന്റെ ആ ഒരു സപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രശ്നമില്ലല്ലോ. അത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അതിനകത്ത്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ ഞാനത് പറയാം. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കാൻ കിട്ടുന്നൊന്നും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകളാണ് കേട്ടോ. ഏകദേശം ഒരു 11 കമ്പോണന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ കമ്പോണന്റുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഈ പറയുന്ന HIMS സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ മാനേജ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്? എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലെ, എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? HIMS സഹായിക്കുന്നുണ്ട് അല്ലെ. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് അല്ലെ. അതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? HIMS അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് അവിടെ മൊത്തത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചിട്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. വായിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Managing appointments manually is not only monotonous, but also increases the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter or cancel the appointments online. എന്താണ് പറയുന്നത്? അതായത് പണ്ടത്തെ പോലെയല്ല അല്ലെ. പണ്ടൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ എന്ത് വേണം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ക്യൂ നിന്ന് കുറെ പഴക്കമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണം, ടോക്കൺ എടുക്കണം, അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇന്ന് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. പിന്നെന്താണ്, എല്ലാ ആളുകളും എന്താണ്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിമുട്ട് മാത്രമല്ല, അവിടെ തെറ്റുകൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. ചിലപ്പോൾ ഒരേ നമ്പറിലൊക്കെ 2-3 ടോക്കണൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് കിട്ടാം. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. ഇന്ന് അങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമേ നമുക്ക് വരുന്നില്ല. കാര്യം എന്താണ്, കൂടുതൽ ആളുകളും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഒരു 68% ഓഫ് പേഷ്യന്റ് എന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകളും എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് തന്നെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും, ഈവൻ എന്താണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ വരെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ വരാൻ കാരണം, അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന HIMSന്റെ ആ ഒരു HIMS ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അത്രയും സ്മൂത്ത് ആയിട്ട് നടക്കുന്നത് കേട്ടോ. അത് മാത്രം അവിടെ മനസ്സിലാക്കിയാൽ മതി. ഇനി നോക്കുക, എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം enables us to add a scheduling option to a hospital's website so that the patients can easily schedule an appointment. ഈ പറയുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം HMS എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ്
ഹോസ്പിറ്റൽ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിനും വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു വെബ്സൈറ്റിലേക്ക് ഈ പറയുന്ന അതത് ഹോസ്പിറ്റലിന്റെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ്, ആ ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ വൺസ് ആദ്യം ഈ പറയുന്ന പേഷ്യന്റ് ആ ഒരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്താല് അല്ലെങ്കിൽ ആ ഒരു അപ്പോയിന്റ്മെന്റ് അവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാല് ആ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രോഗവിവരങ്ങളും നമ്മുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ചോദിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മള് രോഗത്തെ പറ്റിയൊക്കെ തന്നെ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു രോഗിയുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എന്താ പറയുക ഏരിയ ഓഫ് എക്സ്പെർട്ട്, അതായത് ആ ഒരു ഡോക്ടേഴ്സ് ഏരിയ ഓഫ് എക്സ്പെർട്ടിന്റെ ആ ഒരു വിഭാഗവുമായിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കണക്റ്റഡ് ആവും. അങ്ങനെയല്ലേ നമ്മൾ ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലേ. ഇപ്പൊ നമ്മുടെ രോഗവിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുമായിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതിലേക്ക് HMS ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്നതാണ്, നമ്മുടെ ലക്ഷണങ്ങൾ മറ്റും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സിസ്റ്റം ഓട്ടോമാറ്റിക് അത് കണക്ട് ചെയ്യും. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഓട്ടോമാറ്റിക് കണക്ട് ആവും. ഇനിയിപ്പോ ഒരു ഫീവർ ആയിട്ട് വരുന്നൊരു ഫീവർ കംപ്ലൈൻസ് ആണ്, ലക്ഷണങ്ങളാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ ആ വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജനറൽ മെഡിസിൻ വിഭാഗത്തിലേക്ക് ആ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും. അല്ലാണ്ട് നമ്മൾ പോയി പറയണ്ട ഇന്ന സ്ഥലത്തേക്ക് തന്നെ കണക്ട് ചെയ്യും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്നു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഡോക്ടേഴ്സ് ഏരിയ ഓഫ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പറയുന്ന HMS ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist on the one they prefer. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതിൽ ഏത് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ പ്രിഫർ ചെയ്യണം, അത് വേണം എന്നുള്ളത് അത് രോഗികൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രിഫർ ചെയ്യാം. പല ഡോക്ടേഴ്സ് ഉണ്ട്. ജനറൽ മെഡിസിൻ തന്നെ എടുത്ത് അവിടെ തന്നെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. കാർഡിയോളജി വിഭാഗം എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ ഇഷ്ടംപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ആരെ കാണണം, ആരെ ചൂസ് ചെയ്യുന്നുള്ളത് അത് ഈ പറയുന്ന പേഷ്യൻസിനെ പ്രിഫർ ചെയ്ത് അവർക്ക് അയാളെ റിസർവ് ചെയ്യാം, ആ ഒരു അപ്പോയിന്റ്മെന്റ് അവർക്ക് ഷെഡ്യൂൾ ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു HMSന്റെ സംവിധാനത്തോടു കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതാണ് പറയുന്നത്. ഇറ്റ് ആൾസോ അപ്ഡേറ്റ്സ് ദ അവൈലബിൾ സ്റ്റോക്സ് ഇൻ റിയൽ ടൈം to avoid any perplexity. പറയാൻ പറ്റില്ല, പെർപ്ലക്സിറ്റി അല്ല ഹോസ്പിറ്റൽ കേട്ടോ, ആശയക്കുഴപ്പം എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരേ സമയം തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും. ആളുകൾ എല്ലാം ചെയ്യുന്നത് ഓൺലൈനിലൂടെയാണല്ലോ. അപ്പൊ ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരേ ആളുകൾ ഒരേ സമയം തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനായിട്ട് തത്സമയം തന്നെ സ്ലോട്ടുകൾ, അതായത് ടോക്കണുകളാണ് ആ തത്സമയം സ്ലോട്ടുകൾ ഈ സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ കോവിഡ് എന്ന സമയത്ത് നമ്മൾ മറ്റേ വാക്സിൻ ഒക്കെ എടുക്കാനായിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാന്ന് വിചാരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ലോട്ടുകൾ തപ്പിങ്ങനെ ഇരിക്കും. ചെയ്തിട്ടില്ലേ നിങ്ങളിങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സ്ലോട്ടുകൾ ഇങ്ങനെ നോക്കിയിരിക്കണം അല്ലെ. അതൊക്കെ ഇങ്ങനെ ഓരോ സെക്കൻഡുകൾക്കുള്ളിൽ സ്ലോട്ടുകൾ ഇങ്ങനെ ഫിൽ ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടില്ലേ അങ്ങനെ? നിങ്ങൾ ആരും ചെയ്തിട്ടില്ല? ആരും ഉണ്ടല്ലോ. നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്റെ അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കും. എന്റെ ആ സ്ലോട്ടുകൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലും കൂടെ വേണമല്ലോ. ആ രീതിയിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോട്ടൊക്കെ തപ്പി എടുത്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ പോയി വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരേ സമയം തന്നെ അപ്പോയിന്റ്മെന്റ് നടക്കുമ്പോൾ അവിടെ ആശയക്കുഴപ്പം വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ചാൽ തത്സമയം തന്നെ ആ സ്ലോട്ടുകൾ കറക്റ്റ് ആയിട്ട് അവരുടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ സിസ്റ്റത്തിൽ ഇങ്ങനെ സോഫ്റ്റ്വെയറിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അടുത്തത്, the next step in appointment booking is to gather the medical documents. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പൊ നമ്മൾ ആ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ റിസർവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം അല്ലെ, ഗ്യാദർ ചെയ്യണം, കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ സഹായിക്കുന്നത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. HMS with a patient portal. ഇതാണ് HMS with a patient portal. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. HMS with a patient portal is used to collect the documents and share the patient history with the
ഡോക്ടേഴ്സ് വെല്ലിംഗ് അഡ്വാൻസ്. അപ്പൊ അതിനായിട്ട് സഹായിക്കുന്നത് HMSന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് കേട്ടോ. അത് HMSന്റെ പേഷ്യന്റ് പോർട്ടൽ ആണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഏതാണ്? HMSന്റെ പേഷ്യന്റ് പോർട്ടൽ കേട്ടോ. അപ്പൊ ആ ഒരു പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്തിട്ട് ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വാൻസ് ആയിട്ട് തന്നെ ഡോക്ടറുടെ മുമ്പിൽ, അത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആ ഡോക്ടറുടെ മുമ്പിൽ ആ ഒരു റിപ്പോർട്ടുകൾ, ഡോക്യുമെന്റ്സുകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെത്തിനേക്കാളും മുമ്പ് തന്നെ നമ്മുടെ ഡോക്ടറുടെ കയ്യിൽ നമ്മളെ പറ്റിയുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും ആരുടെ സിസ്റ്റത്തിൽ എത്തിയിട്ടുണ്ടാവും? നമ്മുടെ ഡോക്ടറുടെ സിസ്റ്റത്തിനകത്ത് എത്തിയിട്ടുണ്ടാവും. അതിനെന്താണ് സഹായിക്കുന്നത്? HMSന്റെ പേഷ്യന്റ് പോർട്ടലാണ്. ഓക്കെ ആണല്ലോ? പിന്നെന്താ പറയുന്നത്? If the patient requires help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. ഇനി ചില രോഗികൾ ഉണ്ടാവും, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവർക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് വീട്ടിൽ ചെന്ന് എന്ത് കൊടുക്കേണ്ടി വരും? ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനായിട്ട് അതും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അതായത് റിമോട്ട് വിസിറ്റിങ്ങിനായിട്ട് എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ചെന്ന് പോയിട്ട് പരിചരണം കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ആ രീതിയിലുള്ള റിമോട്ട് വിസിറ്റിങ്ങിനായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഈ HMS ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തിട്ട് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അതിനായിട്ട് ചുമതലപ്പെടുത്തും. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് റിമോട്ട് വിസിറ്റിങ്ങിന് ആയിട്ടുള്ള ചില ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അവർ അസൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവര് വീടുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലും പേഷ്യൻസിന് ഇത് കൊടുക്കാം, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇൻ ദിസ് വേ ദ പേഷ്യൻസ് ക്യാൻ ക്രിയേറ്റ് ആൻ ഈസി ആൻഡ് എറർ ഫ്രീ പ്രോസസ് ബൈ ഡിജിറ്റൈസിംഗ് അപ്പോയിന്റ്മെന്റ് റിസർവിംഗ് പ്രോസസ്. ഈ രീതിയിൽ അപ്പോയിന്റ്മെന്റ് റിസർവിംഗ് പ്രോസസ് ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ എന്താണ് വളരെ ഈസി ആയിട്ട്, വളരെയധികം തെറ്റുകളൊന്നും വരാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ. അതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പോയിന്റ്മെന്റുകളെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട്, തെറ്റുകൾ മാനുവലി ചെയ്യുകയാണെങ്കിലോ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതേസമയം നമ്മൾ ഈ ഹോസ്പിറ്റൽ HMSന്റെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട്, വളരെ സ്മൂത്ത് ആയിട്ടും തെറ്റുകൾ വരാതെ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെ. ക്ലിയർ ആണല്ലോ? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ഓക്കെ ആണല്ലോ? അതിന്റെ ഒരു പിക്ചർ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് ബോറടിക്കുന്നുണ്ടോ? പോയി എല്ലാവരും? ഓക്കെ ആണ്. ഇനി നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ കൺസെപ്റ്റ് ഒക്കെ അതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തത് പേഷ്യന്റ് മാനേജ്മെന്റ്. ഇതാണ് പേഷ്യന്റ് മാനേജ്മെന്റ്. എന്തായിരിക്കും? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റ് മാനേജ്മെന്റ് എന്തായിരിക്കും? പേഷ്യൻസിന്റെ മാനേജ്മെന്റിനെ എന്ത് സഹായിക്കുന്നുണ്ട്? HMS സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഇൻപേഷ്യൻസും ഔട്ട് പേഷ്യൻസും ഉൾപ്പെടെ എല്ലാ രോഗികളുടെയും അല്ലെ, എല്ലാ രോഗികളുടെയും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയറുകൾ, അവരുടെ അഡ്മിഷൻ, അവരുടെ ഡിസ്ചാർജ്, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? ഈ പറയുന്ന HMS സഹായിക്കുന്നുണ്ട്. ഓക്കെ, വായിക്കാം നമുക്ക്. After the patient orientation is completed, the patient is shifted to an IPD or OPD. ആണല്ലോ. അതായത് പേഷ്യന്റിന്റെ ഓറിയന്റേഷൻ, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, മീൻസ് അവരുടെ ഒരു ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ച് ആ ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേഷ്യന്റ് ഒന്നില്ലെങ്കിൽ IPDയിലോട്ട് നമ്മൾ അവർക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ OPD പേഷ്യൻസ് ആണെങ്കിൽ ആ രീതിയിൽ അവരെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. OPD ആണെങ്കിൽ OPD മരുന്ന് കൊടുത്തു വിടും. അഡ്മിറ്റ് ആവുന്ന സാഹചര്യമാണെങ്കിൽ അവർ IPD ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS caters to the necessities of the inpatient and outpatient department. അപ്പോ ഈ പറയുന്ന പേഷ്യന്റ് മാനേജ്മെന്റിനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഏതാണ്? HMSന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ആ ഒരു HMSന്റെ ആ ഒരു പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇൻ പേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യൻസിന്റെയൊക്കെ ആവശ്യകതകൾ നിറവേറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയുള്ള അവിടെ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. പിന്നെയൊക്കെയുള്ളത് വാരി വലിച്ച് എഴുതിയിട്ടാണ്. It collects and stores the medical history, treatment required, details of their previous visit, upcoming appointments, reports, insurance details and more.
അപ്പൊ ആദ്യം തന്നെ ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യാന്നറിയാമോ? ആദ്യം തന്നെ കളക്ട് ആൻഡ് സ്റ്റോർ ദ പേഷ്യന്റ് ഡാറ്റ കേട്ടോ. പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എങ്ങനെയുള്ള ഡാറ്റകളൊക്കെയാ നോക്കിയാൽ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ ട്രീറ്റ്മെന്റ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, ഡീറ്റെയിൽസ് ഓഫ് ദർ പ്രീവിയസ് വിസിറ്റ്, മുൻപ് അവർ വിസിറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽ, അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ്, ഇനി എന്താണ് ഇനി അടുത്ത വിസിറ്റിംഗ്, അതിനനുസരിച്ചുള്ള അപ്കമിങ് അപ്പോയിന്റ്മെന്റുകൾ, റിപ്പോർട്ടുകൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം it generates unique admission numbers for each patient to easily handle the admission, discharges and transfers. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ അഡ്മിഷനും ഡിസ്ചാർജും ട്രാൻസ്ഫറും ഒക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ എന്താണ് യുണീക്ക് ആയിട്ടുള്ള UHID ഓരോ പേഷ്യന്റിനുമായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്മിഷൻ നമ്പർ അത് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, ഇറ്റ് ആൾസോ ബിൽഡ്സ് എ കോംപ്രിഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി ടു മേക്ക് ഷുവർ ഓഫ് സ്മൂത്ത് ഡിസ്ചാർജ്. ഡിസ്ചാർജ് വളരെ സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് ജനറേറ്റ്സ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ കൺസെന്റ് ഫോംസ് ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അതോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ഡോക്യുമെന്റ്സ് അല്ലെ, അതായത് പേഷ്യന്റ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, കൺസെന്റ് ഫോമുകൾ, മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ HMS എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ ശരിക്കും പറയാൻ പേഷ്യന്റിനെ പല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പറയുന്ന കാര്യം നോക്കിയേ, when you begin collecting and storing data on HMS, default also eliminates the need to get these details on every visit. നമ്മൾ ഒരു തവണ നമ്മൾ പേഷ്യന്റിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്ത് ആ ഒരു HMS-നകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നീട് ഓരോ വിസിറ്റിന്റെ സമയത്ത് നമ്മൾ ആ വിവരങ്ങൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യകത വരുന്നുണ്ടോ? വരുന്നില്ല. കാര്യം ഒറ്റ തവണ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വിവരങ്ങൾ അവിടെ കൊടുത്ത് അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് എൻ്റർ ചെയ്താൽ HMS ഉള്ളത് കൊണ്ടാണ് പിന്നീട് നമുക്ക് ഓരോ വിസിറ്റിന്റെ സമയത്ത് നമുക്ക് വീണ്ടും അത് പറയേണ്ട ഒരു ആവശ്യം നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. HMS enables doctors and staff to focus more on the treatment and administrative work. നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളിലേക്കാളും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ കുറഞ്ഞു HMS വന്നപ്പോ. അങ്ങനെ ഇവർക്ക് ചെയ്യേണ്ട പണ്ട് കാലത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ HMS വന്നപ്പോൾ ഇന്ന് അതിന്റെ ആവശ്യമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ക്ലിനിക്കൽ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കുറെ കൂടെ ക്വാളിറ്റി പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സാധിക്കുന്നുണ്ട്. ഞാൻ ഇനി അടുത്തതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അടുത്തതൊന്നും ബ്രാക്കറ്റ് ചെയ്തില്ല. ഇഫ് യു വിഷ് ടു ഓട്ടോമേറ്റ് അതർ ആക്ടിവിറ്റീസ് ലൈക്ക് പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, കൺസിഡർ ഇന്റഗ്രേറ്റിംഗ് യുവർ HMS വിത്ത് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് വെക്കാം. ഇനി നമ്മൾക്ക് ഈ പേഷ്യന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റ് ഡോക്ടേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ എന്താണ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ കമ്പോണന്റ് നമുക്ക് ഉപയോഗിക്കാം? HMS-ന്റെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. പറഞ്ഞ മനസ്സിലായോ? അതായത് HMS-ന്റെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന പേഷ്യൻസിന്റെ കമ്മ്യൂണിക്കേഷൻ, പേഷ്യന്റും ഡോക്ടേഴ്സും ഒക്കെ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം നേരിട്ട് ചിലവർ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നേരിട്ട് വരാൻ പറ്റാത്തവർ, അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് കേട്ടോ HMS-ന്റെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്. It will help you to automate communication with the patient and doctors. അപ്പൊ അവർക്ക് പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. You can send the appointments and lab test reminders, follow-ups and create a meaningful long-lasting relationship. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ, ലാബ് റിസൾട്ടുകൾ, മറ്റു ഫോളോ-അപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിരിച്ച് ഡോക്ടേഴ്സിന് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ പേഷ്യന്റ് മാനേജ്മെന്റ്. ഏത് കമ്പോണന്റ് അതിന് സഹായിക്കുന്നത്? HMS-ന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് സഹായിക്കുന്നത്. പേഷ്യന്റ് ഡോക്ടേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് HMS-ന്റെ ഏത് സോഫ്റ്റ്വെയർ കമ്പോണന്റ് സഹായിക്കുന്നത്? അതിന് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, സഹായിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ് കേട്ടോ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്.
ഫെസിലിറ്റി മാനേജ്മെന്റ് കേട്ടോ. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്? പേര് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കും ഫെസിലിറ്റി മാനേജ്മെന്റ്? നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ? ബെഡുകള്, റൂമുകള്, വാർഡുകൾക്കൊക്കെ എന്താണ് നമ്മൾ അതുകൂടാതെ അവർ വരുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? HMS സൗകര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വായിക്കാൻ നമുക്ക്. To facilitate a smooth experience for the patients, it is necessary for the staff to have the easy access to necessary hospital record. അല്ലെ? നമുക്കിപ്പോ പേഷ്യൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല നല്ല ഫെസിലിറ്റികളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം അല്ലെ? അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെ? അവർക്ക് എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ റെക്കോർഡ്, രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ റെക്കോർഡുകൾ അവർക്ക് ആവശ്യ സമയത്ത് ലഭിച്ചിരിക്കണം. കാര്യം ആ ഒരു ഹോസ്പിറ്റൽ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേഷ്യൻസിന് ഇത് കൊടുക്കുന്നത്, പരിചരണങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രോപ്പർ ആയിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിച്ചിരിക്കണം അല്ലെ? എങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഫെസിലിറ്റി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ് നോക്കി? ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS അല്ലെ? അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ പേരിൽ നിന്ന് കിട്ടും നമുക്ക്. ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS helps you to keep the records of bed availability, occupancy status of rooms with specialized care and അല്ലെ? അതൊക്കെയാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ അല്ലെ? അതായത് HMSന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് സഹായിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബെഡ് അവൈലബിലിറ്റിയുടെ റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ? ബെഡ് അവൈലബിലിറ്റി, എത്രത്തോളം ബെഡുകൾ ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അതുപോലെ ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂംസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ? സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള റൂമുകളുടെ ഒക്യുപ്പൻസി സ്റ്റാറ്റസ്, എത്ര റൂമുകൾ അവിടെ ഉണ്ട്, അതിൽ എത്ര റൂമുകൾ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഡോക്ടർ അഡ്മിഷൻ പറഞ്ഞാല് നമ്മള് അവിടെ എന്താ പറയാ നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ എൻക്വയറിയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയൂല റൂമുകൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എന്താ പറയാ ബെഡുകൾ അവൈലബിലിറ്റി കുറവുണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്താൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ബെഡുകളുടെ അവൈലബിലിറ്റി വരും എന്നൊക്കെ അവിടെ റിസപ്ഷനിസ്റ്റ് പറയൂലേ? അതെങ്ങനെയാ അവർ പറയുന്നത്? അവരവിടെ പോയി നോക്കി അന്വേഷിച്ച് തിട്ടപ്പെടുത്തി വന്നിട്ടാണോ നമ്മളോട് പറയണം? അല്ല, എല്ലാം സിസ്റ്റത്തിലൂടെ അവർക്ക് അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എത്ര റൂമുകൾ ഉണ്ട്, എത്ര ഒക്യുപ്പൻസി ഉണ്ട്, ഇനി എത്ര ബെഡുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ റൂമുകളിൽ ആളുകൾ ഒക്യുപ്പൈഡ് ആണ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് അവര് നേരിട്ട് പോയി അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല അല്ലെ? അപ്പൊ അതൊക്കെ ഒരുപാട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. It collects all such information and makes it easy available to the receptionist അല്ലെ? അപ്പൊ റിസപ്ഷനിസ്റ്റിന് ഈ പറയുന്ന ബെഡ് ഒക്യുപ്പൻസി റേറ്റുള്ള റൂമുകളുടെ അവൈലബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിസപ്ഷനിസ്റ്റിന് ഈസിലി അവൈലബിൾ ആക്കി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ കമ്പോണന്റുകളാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് റിസപ്ഷനിസ്റ്റ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആർക്ക് കൊടുക്കുന്നത്? പേഷ്യന്റിന് കൊടുക്കുന്നത്. If a hospital has a different facilities, then an HMS connects them to provide an overall picture. ഇപ്പൊ ഒന്നിലേറെ ഫെസിലിറ്റികൾ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിഫറെന്റ് ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ടാകുമ്പോൾ HMS എന്ത് ചെയ്യുന്നു വെച്ചാല് എല്ലാ ഫെസിലിറ്റികളെ പറ്റിയിട്ടും ഒരു ഓവറോൾ പിക്ചർ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് ഓരോ ഫെസിലിറ്റിയിലെ മാത്രമല്ല, ഓരോ ഫെസിലിറ്റി ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റികളുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ മൊത്തത്തിൽ ആ ഫെസിലിറ്റികളെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ പിക്ചർ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും HMS എന്ത് കൊടുക്കുന്നുണ്ടാവാം, ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. അതുപോലെ പേഷ്യൻസ് ക്യാൻ വിസിറ്റ് എനി ഹോസ്പിറ്റൽ ഇൻ ദ ബേസിസ് ഓഫ് ദയർ കൺവീനിയൻസ് ആൻഡ് ഓൾ ദ റെക്കോർഡ്സ് ആർ അവൈലബിൾ ഓൺലൈൻ. കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? എല്ലാം എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഈ പറയുന്ന HMS എന്ന് പറയുന്നത് അല്ലെ? ഇന്റർനെറ്റ് പോലെ തന്നെയാണ് അല്ലെ? എന്ന് വെച്ചാൽ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, എല്ലാ റെക്കോർഡുകളും ഓൺലൈനിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായി? ഏതൊരു ഹോസ്പിറ്റലിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ആ ഒരു റെക്കോർഡ് തപ്പി അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എല്ലാം എന്തുണ്ട്, HMSനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ പേഷ്യൻസിനാണെങ്കിലോ അവർക്ക് ഏത് ഹോസ്പിറ്റൽ അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഏത് ഹോസ്പിറ്റൽ അവർക്ക് വിസിറ്റ് ചെയ്യാം. കാരണം എല്ലാ റെക്കോർഡ്സും എന്താണ് അവൈലബിൾ ഓൺലൈൻ അല്ലെ, എല്ലാ റെക്കോർഡ്സും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ മാനേജ് ചെയ്യാനും HMS സഹായിക്കുന്നുണ്ട്. അതിന് HMSന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ ക്ലിക്കില് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഫെസിലിറ്റി മാനേജ്മെന്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നാലാമത്തെ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ് സ്റ്റാഫ് മാനേജ്മെന്റ്. ഇതാണ് സ്റ്റാഫ് മാനേജ്മെന്റ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ മാനേജ് ചെയ്യാം അല്ലെ. അവരുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, HMS സഹായിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വായിക്കാം. സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഏതാണ് ഇതിന് സഹായിക്കുന്നത്? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയും. നമ്മൾ പറഞ്ഞില്ലേ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ കമ്പോണന്റ് ആണെങ്കിൽ ഇവിടെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് that facilitates a concrete solution to the HR department അല്ലെ. അവരാണ് HR ഡിപ്പാർട്ട്മെന്റിന് നല്ല സൊല്യൂഷൻ കൊടുക്കുന്നത്. കാര്യം എന്താണ്? സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ശരി? അതിന് പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? എന്തെങ്കിലും ഉണ്ടോ? എന്താണ് പറഞ്ഞോ? എന്ത് മുകളിലുണ്ട്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണോ? പറഞ്ഞല്ലോ നമ്മളിപ്പോ തന്നെ. ഡൗട്ട്? ഓക്കെ, എന്താണ് ഡൗട്ട്? ഫെസിലിറ്റി മാനേജ്മെന്റിലാണോ ഡൗട്ട്? പേഷ്യന്റ് റെക്കോർഡ്സ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് വേറെ ഹോസ്പിറ്റലിൽ കിട്ടും. കാരണം ആ ഒരു ഹോസ്പിറ്റലിന്റെ HMS ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് അതിനൊരു HMS ഉണ്ടായിരിക്കും, ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ HMS ഉണ്ടായിരിക്കും. ഇതൊക്കെ പരസ്പരം എന്താണ്? കണക്റ്റഡ് ആണ്. HMSലൂടെ നമുക്ക് സാധിക്കും, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു രാജഗിരി ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഒരു ലിസി ഹോസ്പിറ്റൽ, രണ്ടിന്റേതായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് ശരിക്കും. ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെയൊക്കെ വിവരങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് കരുതി ഈ സിസ്റ്റത്തിനകത്ത് കൺട്രോളിങ്ങും ഉണ്ട്. ചില കാര്യങ്ങൾക്ക് കൺട്രോൾ വെച്ചിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നതുപോലെ തന്നെയാണ് അവിടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നോക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് കേട്ടോ. സ്റ്റാഫ് മാനേജ്മെന്റ് ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഇതിലിങ്ങനെ വായിച്ചിങ്ങനെ നോക്കുമ്പോ ചിലപ്പോൾ ഇത് എന്താന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് സ്റ്റാഫ് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലിൽ സ്റ്റാഫ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർക്കാണ് ആര് മാനേജ് ചെയ്ത സ്റ്റാഫുകൾ. അതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് തന്നെയുണ്ട്. നമ്മൾക്ക് അറിയില്ല, നമ്മൾക്ക് പലതിനെ പറ്റി നമുക്കധികം അറിയില്ല. നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്നു എന്ന് മാത്രമാണ്. ഡോക്ടറുടെ റൂമിൽ കയറുമ്പോൾ ഡോക്ടറുടെ സിസ്റ്റത്തിൽ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അതിൽ കൂടുതലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്, ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതായത് അപ്പൊ നോക്കുക, HR ഡിപ്പാർട്ട്മെന്റിന്റെ സൊല്യൂഷൻ ആണ് പറയുന്ന സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് റെക്കോർഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, സർവീസ് ഡൊമൈൻ ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ പറ്റിയുള്ള എല്ലാ റെക്കോർഡുകളും ആ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടായിരിക്കും. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലി എന്താണ്, അവരുടെ സർവീസ് ഡൊമൈൻ എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തി പരിചയം അല്ലെ, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയങ്ങൾ ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് റെക്കോർഡ് ആയിരിക്കും ആണല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട്
ആർക്ക് വേണമെങ്കിലും എന്താ പറയുക സ്റ്റാഫുകളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടില്ലേ? മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓരോ സ്റ്റാഫുകളുടെ ഫയൽ പോയി തപ്പിയെടുത്ത് അവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ ഒരു സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് സാധിക്കും. It helps you to realize your staff without going through a heavy bundle of files. അല്ലെ? നമുക്കിപ്പോ അവരുടെ എന്താ പറയുക സ്റ്റാഫുകളെ പറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഫയലുകൾ തപ്പി അവരെ പറ്റി മനസ്സിലാക്കി അന്വേഷിച്ച് നടക്കേണ്ട ഒരാളോട് ചോദിച്ച് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലെ? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. Additionally, ഉപരി എന്താണ്? It enables us to plan the hiring process based on the requirements of the hospital. അല്ലെ? അതോടൊപ്പം തന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ റിക്വയർമെന്റിനനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് അനുയോജ്യരായിട്ടുള്ള സ്റ്റാഫുകളെ ഹയറിംഗ് പ്രോസസ് അല്ലെ അനുയോജ്യരായിട്ടുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുന്നതിനും ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞല്ലേ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഈ പറയുന്ന എന്താ പറയുക സ്റ്റാഫുകളുടെ എല്ലാ വിവരങ്ങളും റെക്കോർഡാണ്. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ സർവീസ് ഡൊമൈൻ എല്ലാം അതിനകത്ത് റെക്കോർഡാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയർ തപ്പിയ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള ആളുകളെ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ ചെയ്യാം അല്ലെ? ഇതിപ്പോ ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സ്റ്റാഫുകൾ ഇപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും, റെക്കോർഡഡ് ആണ്. അപ്പൊ അതിൽ നോക്കി അതിൽ മാച്ചബിൾ ആവുന്ന ആളുകളെ നമുക്ക് ഹയർ ചെയ്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് വിടാം ആണല്ലോ. ഈ രീതിയിലൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഏത് കമ്പോണന്റ് അതിന് സഹായിക്കുന്നത്? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് സഹായിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ. ഇത് വായിക്കണം കേട്ടോ നിങ്ങള്. വീട്ടിലിരുന്ന് നല്ലപോലെ വായിക്കണം. പിന്നെ റെക്കോർഡ് ക്ലാസ് ഇനിയിപ്പോ ഞാൻ ഇത്തിരി സ്പീഡിൽ എടുക്കുന്ന കാരണം കൊണ്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. റെക്കോർഡ് ക്ലാസ് കൂടെ നോക്കി കേട്ട് വായിക്കാം കേട്ടോ. കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്തതാണ് സപ്ലൈ മാനേജ്മെന്റ്. അതാണ് സപ്ലൈ മാനേജ്മെന്റ്. എന്തായിരിക്കും സപ്ലൈ മാനേജ്മെന്റ്? ഹോസ്പിറ്റലിലത്തെ സപ്ലൈകളെ മാനേജ്മെന്റ്. എന്തൊക്കെയാ ഹോസ്പിറ്റൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധന സാമഗ്രികള്, അവിടുത്തെ എക്യുപ്മെന്റുകള്, ഇൻസ്ട്രുമെന്റുകൾ, എന്തിനു പറയുന്നു? മെഡിസിൻസ്. അത് തന്നെ കറക്റ്റ് ആണെങ്കിൽ മെഡിസിൻസ് ഒക്കെ അതിന്റെ ഭാഗമാണ് അല്ലെ? അതിന്റെയൊക്കെ മാനേജ്മെന്റിനും ഇത് സഹായിക്കുന്നുണ്ട്, HMS സഹായിക്കുന്നുണ്ട്. നോക്കാട്ടെ നമുക്ക്. എ ഹോസ്പിറ്റൽ കനോട്ട് അഫോർഡ് to be short of medical supplies. അല്ലെ? ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ എന്താണ് മെഡിക്കൽ സപ്ലൈസ് ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നോക്കൂ, നോട്ട് ഹാവിംഗ് ദ മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം ഓർ എ മൈനർ ഡിലേ ഇൻ റീഫിൽ ക്യാൻ ലീഡ് ടു സിവിയർ റിസൾട്ട്സ്. The supply management factor of the HMS. Just ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. The supply management factor of the HMS. അതിന്റെ സഹായിക്കുന്ന ഏതാണ്? HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് ഫാക്ടർ അല്ലെ? സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്. അതിനായിട്ട് അവരെ സഹായിക്കുന്നത് അല്ലെ? ഇറ്റ് ട്രാക്സ് ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സ്റ്റോക്സ്. അതെല്ലാം ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോക്സുകളുടെ ലഭ്യതയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കും അല്ലെ? നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് യു ടു ഡിറ്റർമൈൻ ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് റിക്വയർഡ് വിത്തൗട്ട് എനി ഹാസൽ. അതായത് അതിനും വിത്തൗട്ട് എനി ഹാസൽ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് എത്രയാണ്, എത്രയൊക്കെ വേണം, അതിന്റെ എന്തൊക്കെ സപ്ലൈസുകൾ അവിടെ സ്റ്റോക്കിലുണ്ട്, ഏതൊക്കെ സപ്ലൈസ് നമ്മുടെ ഷോർട്ടേജ് ഉണ്ട് അല്ലെ? ആരൊക്കെയാണ് ഈ പറയുന്ന സപ്ലൈസ്, ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്, ഈ പറയുന്ന സപ്ലൈസ് ഇങ്ങനെയുള്ള മെഡിസിൻസും മറ്റുള്ള എന്താ പറയുക സാധന സാമഗ്രികളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന്റെയൊക്കെ ഡേറ്റുകൾ ആരൊക്കെയാണ് സപ്ലയർമാര്, ഇതിന്റെ സപ്ലയർ എന്നാണല്ലോ ഇതൊക്കെ വാർത്ത. അപ്പൊ സപ്ലയറിന്റെ ഡീറ്റെയിൽസ് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് റെക്കോർഡ്സ് ദ പർച്ചേസ് ഡേറ്റ്. കണ്ടോ, നമ്മുടെ സാധനങ്ങൾ വാങ്ങിയ പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി കൺസ്യൂംഡ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ആ ഹോസ്പിറ്റൽ എത്ര സപ്ലൈസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇനി എത്ര ബാക്കിയുണ്ട് അല്ലെ? ആൻഡ് സപ്ലയർ ഡീറ്റെയിൽസ്, ഈ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന സപ്ലയറുടെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡഡ് ആയിരിക്കും. നമുക്ക് അത് ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. This way,
You can calculate or forecast the next purchase and record before the stock goes short. അപ്പൊ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പർച്ചേസ് ഒക്കെ നടന്നിട്ടുള്ള പർച്ചേസുകളൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ദ നെക്സ്റ്റ് അടുത്ത പർച്ചേസിന് എപ്പോൾ നടത്തണം, കാരണം നിങ്ങൾക്ക് ഷോർട്ടേജ് ഒക്കെ അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ അടുത്ത നെക്സ്റ്റ് പർച്ചേസ് എപ്പോൾ നടത്തണം എന്നുള്ളതൊക്കെ ഫോർകാസ്റ്റ് പ്രിഡിക്ട് ചെയ്യാനും അതുപോലെ തന്നെ അധികം സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് ഷോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഇല്ലായിരുന്നെങ്കിൽ മാനുവലി ആണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അതേസമയം ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഒറ്റ ക്ലിക്കിൽ എന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അതോടൊപ്പം നോക്കിയേ, ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മെഡിസിൻ അവൈലബിൾ സോ ദാറ്റ് ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ വാക്സിൻ സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ എന്താണ് മെഡിസിൻസുകൾ അല്ലെ? സപ്ലൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെഡിസിൻസും പെടുന്നുണ്ട്. മെഡിസിൻസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. എത്ര മെഡിസിൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണ്, ഇനി നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യണം, ഇനി എത്ര ഓൾറെഡി സ്റ്റോക്കിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡഡ് ആയിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ സപ്ലൈ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഫിനാൻസ് മാനേജ്മെന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഫിനാൻസ് മാനേജ്മെന്റ് എന്തായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഓഫ്കോഴ്സ് ഇത് സഹായിക്കുന്നുണ്ട്, HMS സഹായിക്കുന്നുണ്ട് അല്ലെ? നോക്കിയേ, ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫാക്ടർ ഓഫ് എൻ HMS. HMSന്റെ ഏത് ഫാക്ടർ, ഏത് കമ്പോണന്റ് ആണ് അതിനെ സഹായിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ട് അല്ലെ? അതാണ് HMSന്റെ ആ ഒരു കമ്പോണന്റ് ആണ് അതിനെ സഹായിക്കുന്നത്. It deals with the financial affairs of your hospital. It evaluates the stores and presents the billing information to the patients. അല്ലെ? അതായത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഡീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലെ? അത് കൃത്യമായിട്ട് അത് എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്ത് ബില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് കൃത്യമായിട്ടുള്ള ബില്ലിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ. In addition to this, it also records the expense incurred by the hospital, revenue data and other financial details of the hospital. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ എന്താണ് ഈ പറയുന്ന എക്സ്പെൻസുകളുടെ ഒക്കെ റെക്കോർഡുകൾ, എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ട്, ചെലവുകളുടെ റെക്കോർഡുകൾ, എത്രത്തോളം റവന്യൂ വരുന്നുണ്ട്, ഇതെല്ലാം വരുമാനങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡഡ് ആയിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. This consolidation saves you the trouble of analyzing an enormous pile of record books അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുക്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫിനാൻഷ്യൽ ബുക്കുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ആ സിസ്റ്റത്തിനുള്ളിൽ തന്നെ റെക്കോർഡഡ് ആയിരിക്കും. അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കമ്പോണന്റുകളാണ്. കമ്പോണന്റുകൾ നമ്മൾ പറഞ്ഞു: അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേട്ടോ. ഇനി എന്തൊക്കെയാ ഓരോന്നുണ്ട്. ഇൻഷുറൻസ് മാനേജ് ചെയ്യാൻ സഹായിക്കും, ലബോറട്ടറി, അതുപോലെ റിപ്പോർട്ട്, പിന്നെ വാക്സിനേഷൻ, സപ്പോർട്ട് മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരു 11 പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്, ഞാൻ ഓൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ശരി കേട്ടോ. നമുക്ക് നാളെ വരൂ കേട്ടോ. നാളെ എന്റെ ക്ലാസ് ഉണ്ടാവും. അശ്വതി മിസ്സിന്റെ ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഞാനായിരിക്കും കേട്ടോ കയറുന്നുണ്ടാവാം. ഓക്കെ, വായിക്കണോ കേട്ടോ? ഇത്രയും ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ.